ഏവർക്കും ജോബിൻസ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ രണ്ട് സന്തോഷ വാർത്തകൾ നിങ്ങളോടുമായി പങ്കുവയ്ക്കാനുണ്ട്. ഒന്നാമത്തേത്, കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം 1K സബ്സ്ക്രൈബേഴ്സ് എന്ന ഫസ്റ്റ് മൈൽ സ്റ്റോൺ നമ്മുടെ യൂട്യൂബ് ചാനൽ പിന്നിടുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ 50ാമത്തെ വീഡിയോ ആണിത്. യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന 50ാമത്തെ വീഡിയോ ആണിത്. തീർച്ചയായും നിങ്ങളുടെ പോസിറ്റീവ് കമന്റ്സും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയ സപ്പോർട്ടും കാരണം മാത്രമാണ് ഈ 50 വീഡിയോയും പോസ്റ്റ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും എൻ്റെ നന്ദി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസിനെ പറ്റിയാണ്. ഓക്കെ, ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഏതൊക്കെയാണ്, അവയുടെ സ്റ്റാൻഡേർഡ് വാല്യൂസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സഹായത്തോടെയാണ്. ഓക്കെ, ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, 90 ഡിഗ്രി, ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 90 ഡിഗ്രി എന്ന് പറയുന്നത്. അത് എവിടെ വേണോ ആകാം. തൽക്കാലം ഞാൻ ഇത് 90 ഡിഗ്രി എന്ന് ചൂസ് ചെയ്യുന്നു. ഓക്കെ, 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. അത്തരത്തിലുള്ള ട്രയാങ്കിൾസിന് രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് ഉണ്ടായിരിക്കും അല്ലേ, പരസ്പരം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് സൈഡ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഇത് ഏതൊക്കെയാണ്, ഈ ഒരു സൈഡും ഈ ഒരു സൈഡും. ഇവ രണ്ടും എന്താണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. കാരണം അവ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്, 90 ഡിഗ്രിയാണ്. ഓക്കെ, ദെൻ ഈ പെർപെൻഡിക്കുലർ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ലാർജസ്റ്റ് സൈഡിനെ നമ്മൾ എന്തെന്ന് പറയും, ഹൈപ്പോട്ടേനിയസ് എന്ന് പറയും. എന്താണ് ഹൈപ്പോട്ടേനിയസ്? അതായത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ പ്രത്യേകതകളാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിന് ഒരു 90 ഡിഗ്രി ആംഗിൾ ഉണ്ടായിരിക്കും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒരു 90 ഡിഗ്രി ആംഗിൾ ഉണ്ടായിരിക്കും. രണ്ട് പെർപെൻഡിക്കുലർ സൈഡ് ഉണ്ടായിരിക്കും. ഈ 90 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നീളം കൂടിയ വശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പോട്ടേനിയസ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ട്രയാങ്കിളിന് പേര് കൊടുക്കാം. ഇതൊന്ന് AB എന്ന് കൊടുക്കാം, ഇതൊന്ന് C എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസ് പരിചയപ്പെടുന്നത് ഇവിടുത്തെ അക്യൂട്ട് ആംഗിളിനെ ബേസ് ചെയ്താണ്. ഓക്കെ, ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ അക്യൂട്ട് ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസ് പരിചയപ്പെടുന്നത്. ഇവിടുത്തെ അക്യൂട്ട് ആംഗിൾ ഏതൊക്കെയാണ്? അതെ, ആംഗിൾ സിയും ആംഗിൾ ബിയും ആണ് ഇവിടുത്തെ അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാം, 90 ഡിഗ്രിക്ക് ചെറുതായിട്ടുള്ള ആംഗിൾസിനാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. വലുതായിട്ടുള്ള ആംഗിൾസിന് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും. ഓക്കെ, അത് പറയും. സോ അക്യൂട്ട് ആംഗിൾ, ആംഗിൾ സിയും ആംഗിൾ ബിയും ആണ് ഇവിടുത്തെ അക്യൂട്ട് ആംഗിൾ. ഞാനിവിടെ ആംഗിൾ ബി എന്ന അക്യൂട്ട് ആംഗിളിനെ ബേസ് ചെയ്താണ് ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഡിഫൈൻ ചെയ്യുന്നത്. ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസ് രണ്ടെണ്ണമാണുള്ളത്. ദാറ്റ് ഈസ് സൈൻ ആൻഡ് കോസ്. ഓക്കെ, ഇത് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുന്നതാണ്. ഇതിന് വലിയ രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് സൈൻ, ദെൻ മറ്റൊന്ന് കൊസൈൻ. സൈൻ റേഷ്യോയും കൊസൈൻ റേഷ്യോയും ഇവ എന്താണ്, റേഷ്യോസ് ആണ്, ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഇതിനെ നമ്മൾ ഷോർട്ട് ഫോമിലാണ് ഇങ്ങനെ പറയുന്നത്. സൈൻ്റെ ഷോർട്ട് ഫോം ആണ് എന്ത്, സൈൻ. കൊസൈൻ്റെ ഷോർട്ട് ഫോം ആണ് കോസ്. ഇവ രണ്ടുമാണ് ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസ്. സോ ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഏതൊക്കെയാണ്, സൈൻ, ദെൻ കോസ്. ഇവിടെ അക്യൂട്ട് ആംഗിൾ ബി, ആംഗിൾ ബിനെ ബേസ് ചെയ്താണ് ഞാൻ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയ സൈനിനെയും കോസിനെയും ഡിഫൈൻ ചെയ്യുന്നത്. ആദ്യം സൈൻ എന്ന ട്രിഗണോമെട്രിക് റേഷ്യോയെ പരിചയപ്പെടാം. അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് സൈൻ ഓഫ് ആംഗിൾ ബി, അത് എഴുതുന്നത് നമ്മൾ സൈൻ ബി. ഓക്കെ, സൈൻ ബി എന്നാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്. അതായത് ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൈൻ ഓഫ് ആംഗിൾ ബി. ഓക്കെ, and it is defined as opposite side by hypotenuse. Opposite side by hypotenuse. അതിനെ നമ്മൾ ചുരുക്കി ഞാൻ ജസ്റ്റ് ഒന്ന് കൺവീനിയൻസിന് വേണ്ടി ഇങ്ങനെ എഴുതുന്നു, ഓപ്പോ ബൈ ഹൈപ്പോ. അങ്ങനെ പഠിക്കുന്നതായിരിക്കും എളുപ്പം. സോ സൈനിന്റെ ഡെഫിനിഷൻ എന്താണ്, സൈൻ എന്ന ട്രിഗണോമെട്രിക് റേഷ്യോയുടെ ഡെഫിനിഷൻ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ വരിക, ഈ ആംഗിളിന്റെ ബേസ് ആണ് നമ്മൾ പറഞ്ഞത്, സൈൻ ഓഫ് ആംഗിൾ ബി. അപ്പോൾ എന്തായിരിക്കും, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ആ ആംഗിളിന്റെ ഹൈപ്പോടെന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന സൈഡ് ഏതാണ്, AC. സോ
AC by hypotenuse. Hypotenuse എന്താണ് BC. ഇതാണ് സൈൻ ഫംഗ്ഷൻ. സൈൻ ട്രിഗണോമെട്രിക് റേഷ്യോ. സൈൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ്. ഷോർട്ട് ഫോമിൽ നമുക്ക് ഓപ്പോ ബൈ ഹൈപ്പോ എന്ന് പഠിക്കാം. അതായത് ഒരു ആംഗിളിന്റെ സൈൻ എഴുതണം എന്ന് പറഞ്ഞാൽ, അതായത് അതിന്റെ സൈൻ വാല്യൂ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ്, അതായത് AC ബൈ BC. അങ്ങനെയാണെങ്കിൽ സൈൻ C എന്തായിരിക്കും? സൈൻ C. ഇപ്പൊ നമ്മൾ സൈൻ B ആണ് പറഞ്ഞത്. സൈൻ ഓഫ് ആംഗിൾ B ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ്. അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് ആംഗിൾ C എന്തായിരിക്കും? ഇതും അക്യൂട്ട് ആംഗിൾ ആണ്. അക്യൂട്ട് ആംഗിളിന്റെ ബേസിലാണ് നമ്മളിപ്പോൾ എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും ഡിഫൈൻ ചെയ്യുന്നത്. സൈൻ C എന്തായിരിക്കും? ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ്. സോ സൈൻ C എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ്. ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? AB. ഓക്കെ, AB. അതിന് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സൈഡ്, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതായിരുന്നു, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത്. സോ AB ബൈ BC. Then നെക്സ്റ്റ് ട്രിഗണോമെട്രിക് റേഷ്യോ, അതായത് രണ്ടാമത്തെ ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോ, ദാറ്റ് ഈസ് എന്താണ്? കോസ്. എന്താണ്? കോസ്. കൊസൈൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ നമ്മൾ ആദ്യത്തെ 3 വേർഡ് മാത്രം എടുത്ത് കോസ് വാല്യൂ എന്ന് പറയും. ഓക്കെ, ഒരു ആംഗിളിന്റെ കോസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതും ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്. നമുക്ക് അതും ഈ ആംഗിളിൽ തന്നെ ഡിഫൈൻ ചെയ്യാം. കോസ് B ഇതെന്താണ്? കോസ് ഓഫ് ആംഗിൾ D. കോസ് ഓഫ് ആംഗിൾ B നേരത്തെ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ്. ഇവിടെ എന്തായിരിക്കും? നിങ്ങൾക്ക് എന്നെ ഗസ് ചെയ്യാനതേ ഉള്ളൂ. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ്. അഡ്ജ ബൈ ഹൈപ്പോ എന്ന് പഠിച്ചിരുന്നാലും മതി. അതായത് ഒരു ആംഗിളിന്റെ കോസ് വാല്യൂ കണ്ടെത്തണമെങ്കിൽ ആ ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡിനെ ഹൈപ്പോട്ടേനിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ്, ദാറ്റ് ഈസ് AB ബൈ BC. ഈ ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ്, അതായത് സമീപവശം, സമീപത്തിരിക്കുന്ന അടുത്തിരിക്കുന്ന വശം, എന്താണ്? AB ബൈ ഹൈപ്പോട്ടേനിയസ് എന്താണ്? BC. അപ്പോൾ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് AC ആണ്, അഡ്ജസന്റ് സൈഡ് AB ആണ്. സോ കോസ് B എന്താണ്? AB ബൈ BC. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ് C കൂടെ എഴുതാം. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ പറയാൻ പറ്റും. കോസ് C എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ആംഗിളിന്റെ കോസ് വാല്യൂ. സോ അതായത് എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ്. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് AB. അഡ്ജസന്റ് സൈഡ് അപ്പോൾ എന്താണ്? AC. ഇതിന്റെ സമീപത്തിരിക്കുന്നത്, ഓപ്പോസിറ്റ് ഇരിക്കുന്നത്, സമീപത്തിരിക്കുന്നത് ഈ ഒരു സൈഡ്, ദാറ്റ് ഈസ് AC. cos C ഈക്വൽ ടു AC ബൈ ഹൈപ്പോട്ടേനിയസ് BC. സോ രണ്ട് ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് പരിചയപ്പെട്ടത്. ഒന്ന് സൈൻ, രണ്ട് കോസ്. സൈൻ കാണുന്ന ഫോർമുല എന്താണ്? ഒരു ആംഗിളിന്റെ സൈൻ കാണുന്ന ഫോർമുല ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ്. അതിന്റെ കോസ് വാല്യൂ കാണുന്നത് adjacent side by hypotenuse. Opposite side by hypotenuse and adjacent side by hypotenuse. ഇത് രണ്ടുമാണ് ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഇതിൽ നിന്ന് ഡിഫൈൻ ചെയ്തെടുക്കുന്ന, അതായത് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന 4 ട്രിഗണോമെട്രിക് റേഷ്യോസ് കൂടെ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ടാൻ. നമ്മൾ ഫുൾ ഫോം വെച്ച് കഴിഞ്ഞാൽ ടാൻജന്റ് ആണ്. ടാൻജന്റ് എന്ന് പറയും ആ ട്രിഗണോമെട്രിക് റേഷ്യോ. ഷോർട്ട് ഫോമിൽ നമ്മൾ ആദ്യത്തെ 3 വേർഡ് എടുത്ത് ടാൻ എന്ന് പറയും. സോ ടാൻ എന്ന ട്രിഗണോമെട്രിക് റേഷ്യോ എന്താണ്? സിമ്പിൾ. ടാൻ എക്സ് ഈക്വൽസ്, അതായത് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആംഗിൾ വേണോ ആകട്ടെ, ഏത് ആംഗിളിന്റെ ജനറൽ ആയിട്ട് നമുക്ക് എക്സ് എന്ന് എടുക്കാം. ടാൻ എക്സ് ഈക്വൽസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. എന്താണ്? ടാൻ എക്സ് ഈക്വൽസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഇങ്ങനെ പഠിക്കുന്നതാണ് എളുപ്പം. ഇത് വേറൊരു വശം കൂടെ ഉണ്ട്. ഈ ടാൻ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നാണ്. അതിനേക്കാളും എളുപ്പം നമ്മൾ ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പഠിച്ചിരുന്നാൽ മതി. ആക്ച്വലി സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടാൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ റിസൾട്ടിലേക്ക് എത്താം. സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ് ആണ്, അല്ലേ? കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ് ആണ്. ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ ഹൈപ്പോട്ടേനിയസും ഹൈപ്പോട്ടേനിയസും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അതാണ് എന്ത്? ടാൻ എക്സ്. സോ ടാൻ എക്സ് ഈക്വൽ ടു എന്താണെന്നും പറയാം. ഇവിടെ സ്പേസ് ഇല്ല, ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതാം. ടാൻ ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അതായത് സൈൻ എക്സ് ബൈ കോസ് എക്സ്. അങ്ങനെ പഠിച്ചിരുന്നാൽ മതി. സൈൻ എക്സിൻ്റെത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ്, കോസ് എക്സിൻ്റെത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ്. ടാൻ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് ബൈ കോസ് എക്സ്. എന്താണ്? സൈൻ എക്സ് ബൈ കോസ് എക്സ്. അതാണ് ടാൻ ഫംഗ്ഷൻ. ഇനി അടുത്ത് നേരെ തിരിച്ച് കോട്ടാൻജന്റ് എന്ന് പറഞ്ഞ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ. എന്താണ്? കോട്ടാൻജന്റ്. ഇതിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ ആദ്യത്തെ 3 വേർഡ് മാത്രം എടുത്ത് കോട്ട് എന്നാണ് പറയുക. അടുത്ത റേഷ്യോ എന്താണ്? കോട്ടെക്സ്.
അത് ഇതിന്റെ നേരെ തിരിച്ചു വരും. tan x എന്ന് വെച്ച് കഴിഞ്ഞാൽ sin x by cos x. cot x എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ റെസിപ്രോക്കൽ cos x by sin x. cos x by sin x. സോ ഇതാണ് cot x ന്റെ ഡെഫിനിഷൻ. cos x by sin x. tan x ന്റെ sin x by cos x. ആക്ച്വലി tan x ന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ ആണ് cot x. സോ 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ഞാൻ ഇപ്പോൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ 3 എണ്ണം നമ്മൾ വിശദമായിട്ട് പരിചയപ്പെട്ടു. sin x, cos x, tan x. tan x എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് sin x by cos x. then next one tan x ന്റെ റെസിപ്രോക്കൽ, അതായത് tan എന്ന ട്രിഗണോമെട്രിക് റേഷ്യോയുടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ കിട്ടുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ, ദാറ്റ് ഈസ് cot x. അതായത് 1/tan x equal to cot x. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ tan x equals sin x by cos x എന്ന് നമുക്കറിയാം. ഓക്കെ, sin x by cos x. അപ്പോൾ cot x എന്തായിരിക്കും ഇതിന്റെ റെസിപ്രോക്കൽ cos x by sin x. 1/tan x അല്ലേ cot x. അപ്പോൾ 1 ഇവിടെ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് cos x by sin x എന്ന് കിട്ടും. എന്തായാലും നമ്മൾ ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. 1/tan x equal to cot x അങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ എന്തായാലും ഇതിനൊരു റെസിപ്രോക്കൽ ഉണ്ടെങ്കിൽ sin x ന് റെസിപ്രോക്കൽ കാണും, cos x ന് റെസിപ്രോക്കൽ കാണും. sin x ന്റെ റെസിപ്രോക്കൽ cosec, sin x ന്റെ റെസിപ്രോക്കൽ cosec x, then cos x ന്റെ റെസിപ്രോക്കൽ sec x. ഇതിനെല്ലാം ഫുൾ ഫോം ഉണ്ട്. cosec എന്ന് വെച്ച് കഴിഞ്ഞാൽ cosecant ആണ്. cosecant എന്നാണ് അതിന്റെ മുഴുവൻ പേര്. ഷോർട്ട് ഫോമിൽ cosec x എന്ന് പറയും. അതേപോലെ തന്നെ സീക്കിന്റെ മുഴുവൻ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ secant എന്നാണ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് sec x. സോ ഇവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള 3 എണ്ണം എഴുതിയിട്ടുണ്ട്. അതിന്റെ റെസിപ്രോക്കൽസ് ആണ് ഇപ്പുറത്ത് എഴുതിയിട്ടുള്ളത്. സോ tan x ന്റെ റെസിപ്രോക്കൽ cot x, sin x ന്റെ റെസിപ്രോക്കൽ cosec x, cos x ന്റെ റെസിപ്രോക്കൽ sec x. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റാൻഡേർഡ് ട്രിഗണോമെട്രിക് വാല്യൂസ്. അതായത് ചില ആംഗിൾസ് ഉണ്ട്, അതായത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 0 ഡിഗ്രി, 90 ഡിഗ്രി, 45 ഡിഗ്രി തുടങ്ങി ചില ബേസിക് ആംഗിൾസ് ഉണ്ട്. അവയുടെയൊക്കെ സൈൻ വാല്യൂ, കോസ് വാല്യൂ, ടാൻ വാല്യൂ ഒക്കെ നമ്മൾ നിർബന്ധമായിട്ടും കാണാതെ പഠിച്ചിരിക്കേണ്ടതാണ്. ഇത് വളരെ ഉപയോഗപ്രദമായ ഒന്നാണ്. 10ാം ക്ലാസ്സിലായാലും അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലായാലും തുടർന്ന് ഹയർ സ്റ്റഡീസിനായാലും നമുക്ക് വളരെയധികം ഉപകാരപ്രദമായതാണ് ബേസിക് ട്രിഗണോമെട്രിക് വാല്യൂസ്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ട്രിഗണോമെട്രിക് വാല്യൂസ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങളാണിത്. ഒന്ന് sin x, cos x, tan x, then cot x, cosec x, sec x. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് വാല്യൂസ് ഓഫ് ട്രിഗണോമെട്രിക് റേഷ്യോസ്. ചില ആംഗിൾസ് ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 45 ഡിഗ്രി ഇവയൊക്കെ സ്റ്റാൻഡേർഡ് ആംഗിൾസ് ആണ്. ഇവയുടെയൊക്കെ സൈൻ വാല്യൂ, കോസ് വാല്യൂ, ടാൻ വാല്യൂ ഇവയൊക്കെ നമ്മൾ ഭംഗിയായി അറിഞ്ഞിരിക്കണം. കാരണം ഇത് 10ാം ക്ലാസ്സിലായാലും ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലായാലും അതോടൊപ്പം തന്നെ ഹയർ സ്റ്റഡീസിന് പോയാലും നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വാല്യൂസ് ആണ്. ധാരാളം സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ സ്റ്റാൻഡേർഡ് വാല്യൂസ് ഓഫ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഒരു 15 വാല്യൂസ് ആണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, 15 വാല്യൂസ് ആണ് പഠിച്ചിരിക്കേണ്ടത്. അത് ഷോർട്ട് കട്ടിലൂടെ പഠിക്കുന്നതാണ് ഈസി. അതിന് നമ്മൾ ഒരു ടേബിൾ വരച്ച് പഠിക്കുന്നതായിരിക്കും ഈസി. സോ ഒരു ടേബിൾ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. സൈൻ, കോസ്, ടാൻ ഇവ റോയിൽ എഴുതിയിട്ടുണ്ട്. ബേസിക് ആംഗിൾസ് നമ്മൾ പഠിക്കേണ്ട ആംഗിൾസ് ആയ 30 ഡിഗ്രി, 60 ഡിഗ്രി, 0, 90, 45 ഇത്രയും റോ വൈസിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വായിക്കേണ്ടത് സൈൻ 30 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് സൈൻ ഓഫ് 30 ഡിഗ്രി എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അത് വേറൊരു ഫിഗർ ഒക്കെ വരച്ച് കണ്ടുപിടിക്കാം. അത് കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടേബിൾ വരച്ച് ഷോർട്ട് കട്ടിലൂടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ സൈൻ 30യുടെ വാല്യൂ ദാറ്റ് ഈസ് 1/2. എന്താണ് സൈൻ 30യുടെ വാല്യൂ? 1/2. സൈൻ 30യുടെ വാല്യൂ 1/2. ഇതിലെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. ഇതിന്റെ ഓപ്പോസിറ്റ് കോളത്തിൽ അത് എഴുതുക 1/2. ആക്ച്വലി സൈൻ 30യുടെ വാല്യൂ 1/2. എന്നാൽ കോസ് 60യുടെ വാല്യൂ 1/2. എന്താണ് സൈൻ 30യുടെ വാല്യൂ 1/2. അങ്ങനെയാണെങ്കിൽ കോസ് 60യുടെ വാല്യൂ 1/2. ഓപ്പോസിറ്റിൽ എഴുതിയപ്പോൾ കോസ് 60യുടെ വാല്യൂ 1/2. അതായത് സൈൻ 30യുടെ വാല്യൂ കോസ് 60യുടെ വാല്യൂ ഈക്വൽ ആണ്. സൈൻ 30 1/2, കോസ് 60 1/2. അടുത്ത് സൈൻ 360 അത് √3/2. എന്താണ് √3/2. സൈൻ 60 എന്താണ് √3/2. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കായിരിക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഫില്ല് ചെയ്യാം. √3/2. കോസ് 30യുടെ വാല്യൂ എന്താണ്? √3/2. അപ്പോൾ ഈ 4 വാല്യൂസ് നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു.
4 വാല്യൂസ് നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞു. sin 30 1/2. അങ്ങനെയാണെങ്കിൽ cos 60 എന്താണ്? 1/2. sin 60 √3/2. അങ്ങനെയാണെങ്കിൽ cos 30 എന്തായിരിക്കും? √3/2. മനസ്സിലാക്കുക. സൈന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്, കോസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, സോ sin 30 1/2 ആണെങ്കിൽ cos 60 1/2. sin 60 √3/2, then cos 30 √3/2. ആ 4 വാല്യൂസ് നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത് 0 ഡിഗ്രി 90 ഡിഗ്രി. sin 0 സിമ്പിൾ 0. sin 90 സിമ്പിൾ 1. ഇതാണ് sin 0 0, sin 90 1. ഈ 0 ഓപ്പോസിറ്റ് കൊടുക്കുക, 1 ഓപ്പോസിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കോസിന്റെ ഈ ആംഗിളിന്റെ വാല്യൂസ് ആയി. cos 0 1, cos 90 0. സിമ്പിൾ അല്ലേ? cos 0 0, sin 0 0, sin 90 1. 0 എഴുതുക, 1 എഴുതുക. ഇത് ഓപ്പോസിറ്റിലോട്ട് എഴുതുക. 0 ഇവിടെ എഴുതുക, 1 ഇവിടെ എഴുതുക. സോ അപ്പോൾ ആ ആംഗിൾസിന്റെ കോസ് വാല്യൂസും കിട്ടിക്കഴിഞ്ഞു. cos 0 എന്താണ്? 1. cos 90 എന്താണ്? 0. ഇവയെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു. അടുത്തത് sin 45ന്റെ വാല്യൂവും cos 45ന്റെ വാല്യൂ ഒന്നാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. sin 45ന്റെ വാല്യൂ cos 45ന്റെ വാല്യൂ ഒന്നാണ്. ദാറ്റ് ഈസ് 1/√2. എന്താണ്? 1/√2. sin 45ന്റെ വാല്യൂ 1/√2 ആണ്. cos 45യുടെ വാല്യൂ 1/√2 ആണ്. സോ മനസ്സിലായോ? sin 45 1/√2, cos 45 1/√2. സോ ഇപ്പോൾ നമ്മൾ 3 5 10 വാല്യൂസ് ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, sin 30 1/2 അങ്ങനെയാണെങ്കിൽ cos 60 1/2. sin 60 √3/2 അങ്ങനെയാണെങ്കിൽ cos 30 √3/2. sin 0 0, sin 90 1. ഇതിനെ തിരിച്ചിടുമ്പോൾ നമുക്ക് കോസിന്റെ വാല്യൂ ആയി 1 0. ദാറ്റ് ഈസ് cos 0 1, cos 90 0. then sin 45 cos 45ന്റെ വാല്യൂ 1 ആണ്. അത് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണ്. 1/√2. എന്താണ്? 1/√2. then tan എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. tan x എന്ന് വെച്ച് കഴിഞ്ഞാൽ x എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഒരു ആംഗിൾ ആണ്. ഏത് ആംഗിൾ ആണ് ആവാം. tan x = sin x cos x. അങ്ങനെയാണെങ്കിൽ ഈ x ന് നമ്മൾ 30 കൊടുത്താലോ, x ന് 30 കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ tan 30 ഡിഗ്രി = എന്തായിരിക്കും? sin 30 cos 30. ആക്ച്വലി ഈ രണ്ട് വാല്യൂസിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടാനിന്റെ വാല്യൂസ് കിട്ടും അല്ലേ? sin 30 cos 30 ചെയ്യുമ്പോൾ tan 30യുടെ വാല്യൂ കിട്ടും. അത്രേ ഉള്ളൂ. tan 30 = sin 30 cos 30. കാരണം ഈ ഒരു റിസൾട്ട് tan x = sin x cos x. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പറയാൻ പറ്റും, ഈ വാല്യൂസ് മാത്രം പഠിച്ചിരുന്നാൽ മതി. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ആക്ച്വലി ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആകെപ്പാട് 5 വാല്യൂസ് ആണ്. 5 വാല്യൂസ് പഠിച്ചിരുന്നാൽ മതി, ബാക്കി 10 ഫ്രീ ആണ്. ഓക്കെ, ഇതിനെല്ലാം നമ്മൾ തിരിച്ചിടുമ്പോൾ കിട്ടും. ഈ 1/2 √3/2 തിരിച്ചിടുമ്പോൾ ഇവിടെ കിട്ടും. 0 1 തിരിച്ചിടുമ്പോൾ ഇവിടെ കിട്ടും. 1/√2 അതേപോലെ താഴെ എഴുതുക. then next one tan. ടാന്റെ വാല്യൂ നമുക്കറിയാം. tan 30 sin 30 cos 30. that is 1/2/√3/2. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. 1/√3. ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റേ ബേസിക് ഓപ്പറേഷൻസ് ഓൺ ഫ്രാക്ഷൻസ് ആണ്. അതായത് രണ്ട് ഫ്രാക്ഷൻസ് എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ്. സോ ഇതിനെ കുറിച്ച് ധാരാളമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഫ്രാക്ഷൻസിന്റെ ഡിവിഷനെ പറ്റിയിട്ട് വിശദമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ് കാണാം. സോ 1/2/√3/2, 2ഉം 2ഉം ക്യാൻസൽ ചെയ്യും. 1/√3. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം tan 60 എന്താണ്? ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. sin cos, that is √3/2 1/2. ഇവിടെ എന്താണ്? 2ഉം 2ഉം ക്യാൻസൽ ചെയ്യും. √3/1, that is √3. സോ രണ്ട് വാല്യൂസ് പറഞ്ഞു കഴിഞ്ഞു. tan 30 1/√3, tan 60 √3. അത് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു വാല്യൂ പഠിച്ചിരുന്നാൽ മാത്രം മതി. ഈ ടേബിൾ മനസ്സിലിരുന്നാൽ മാത്രവും മതി. ഏത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ടേബിൾ ഒരു സൈഡിലോട്ടൊന്ന് ചെറുതായിട്ട് എഴുതിയിട്ട് ആ വാല്യൂസ് പഠിക്കുന്നതാണ് തെറ്റ്. ദെൻ അടുത്തത് tan 0, that is എന്താണ്? 0/1. 0/1 എന്താണ്? 0. അടുത്ത് tan 90 എന്താണ്? sin cos, that is 1/0. sin cos അല്ലേ? 1/0. 1/0യുടെ വാല്യൂ എന്താണ്? which is not defined എന്നാണ്, അഥവാ ഇൻഫിനിറ്റി എന്നും പറയും. 1/0, 1നെ ഏതെങ്കിലും ഒരു സംഖ്യ നമുക്കൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 0 കൊണ്ട് ഒരു നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയത്? 1/0. സോ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ ഇവിടെ നമ്മൾ 1/0 എന്ന് എഴുതുക, അല്ലെങ്കിൽ എന്തെന്ന് എഴുതുക? ഇൻഫിനിറ്റി എന്ന് എഴുതിയാലും മതി. ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു
ഇമാജിനറിയിലുള്ള ഒരു നമ്പറാണ്. ഓക്കെ, then 45 tan 45ന്റെ വാല്യൂ, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് വാല്യൂ, സിമ്പിൾ വാല്യൂ. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. 1/√2/1/√2 എന്താണ് 1, സിമ്പിൾ അല്ലേ. 3/3 1, അതേപോലെ 1/√2/1/√2 എന്താണ് 1. സോ tan 45 വെരി വെരി സ്റ്റാൻഡേർഡ് വാല്യൂ 1. tan 45 എന്താണ് 1. സോ 15 വാല്യൂസ് നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു. എന്തൊക്കെയാണ്? sin 13, ഈ ഫസ്റ്റ് റോ നമ്മൾ അങ്ങ് കാണാൻ പഠിച്ചിരിക്കുക. ബാക്കി നമുക്ക് ഇതിൽ നിന്ന് തന്നെ എഴുതാനായിട്ട് സാധിക്കും. sin 30 1/2, അടുത്ത് sin 60 √3/2, അടുത്ത് sin 0 0, sin 90 1, then sin 45 1/√2. ഇതിനെല്ലാം നമ്മൾ ഇങ്ങനെ തിരിച്ചിടുമ്പോൾ ഇവിടത്തെ കിട്ടും. ഈ √3/2 ഇപ്പുറത്ത് വരും, 1/2 ഇപ്പുറത്ത് പോകുമ്പോൾ ഇവിടെ കിട്ടും. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതുമ്പോൾ cos 30 √3/2, cos 60 1/2, cos 0 1, cos 90 0, then finally sin cos 45 1/√2 തന്നെ. അടുത്ത് ഈ സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? ടാനിന്റെ വാല്യൂ കിട്ടും. സോ 1/2/√3/2 എന്താണ് 1/√3. tan 60 = √3, tan 0 = 0, tan 90 = 1/0 or not defined or infinity എന്ന് പറയാം. then tan 45 = സ്റ്റാൻഡേർഡ് വാല്യൂ 1. ഇനി ഇതേപോലെ ബാക്കിയുള്ള 3 ട്രിഗണോമെട്രിക് റേഷ്യോസ്, അതായത് സൈന്റെ റെസിപ്രോക്കലായ എന്താണ് കൊസീക് അറിയാം, കോസിന്റെ റെസിപ്രോക്കലായ സീക്, ടാനിന്റെ റെസിപ്രോക്കലായ കോൺ, ഇവയുടെ വാല്യൂ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അത് പ്രത്യേകം പഠിച്ചിരിക്കേണ്ട കാര്യമില്ല, അത്ര വലിയ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ടോപ്പിക് അല്ല. എന്നാലും ഒന്ന് നമ്മൾ ഇത് പറയുമ്പോൾ അതുകൂടെ പറയുന്നു എന്ന് മാത്രം, എല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് സീക്ക് 45ന്റെ വാല്യൂ വേണമെന്ന് വെച്ചോ. എന്താണ് എനിക്ക് വേണ്ടത്? സീക്ക് 45ന്റെ വാല്യൂ നമുക്കറിയാം. സീക്കക്സ് എന്നതിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. സീക്കക്സ് ഈക്വൽ ടു എന്താണ്? ആരുടെ റെസിപ്രോക്കൽ ആണ് സീക്കക്സ്? അതെ, കോസ് ആണ്. 1/cos x ആണ് സീക്കക്സ്. സോ സീക്ക് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/cos x. സോ സീക്ക് 45 എന്തായിരിക്കും? 1/cos 45. ആ 45 ഇവിടെ വരുന്നു. ഇവിടെ എക്സ് ആയിരുന്നു, അപ്പോൾ ഇവിടെ 45 എന്ന് അവിടെ, അപ്പോൾ എക്സിന്റെ പ്ലേസിൽ നമ്മൾ 45 കൊടുക്കും. സോ 1/cos 45. സോ സീക്ക് 45ന്റെ വാല്യൂ എന്താണ്? 1/cos 45. സോ 1/cos 45 ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. cos 45ന്റെ വാല്യൂ എന്താണ്? 1/√2. നീ ടേബിൾ നോക്കാൻ പാടില്ല, അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു ടേബിൾ ആണ്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ cos 45ന്റെ വാല്യൂ 1/√2. സോ ഇതെങ്ങനെ എഴുതാം? 1 into ഇതിന്റെ റെസിപ്രോക്കൽ √2/1 = √2 എന്ന് വരും. ദാറ്റ് ഈസ് സീക്ക് 45ന്റെ വാല്യൂ എന്താണ്? √2. ഇത് കാണാൻ പഠിക്കേണ്ടതല്ല, നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോട്ടിന്റെ വാല്യൂ എടുക്കാം. കോട്ട്, ദാറ്റ് ഈസ് കോട്ട് എക്സ്. കോട്ട് എക്സിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. 1/ ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്? tan x. ഓക്കെ, കോട്ട് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/tan x. നമുക്കിപ്പോ കോട്ട് 30യുടെ വാല്യൂ എടുക്കാം. കോട്ട് 30 ഈക്വൽ ടു എന്തായിരിക്കും? 1/tan 30 അല്ലേ? കോട്ട് എക്സ് 1/tan x ആണെങ്കിൽ കോട്ട് 30 1/tan 30 ആയിരിക്കും. സോ 1/tan 30 എന്താണ്? അടിക്കണം 1/√3. സോ 1/√3 ഈക്വൽ ടു 1 into √3 ഈക്വൽ ടു √3 എന്ന് കിട്ടും. ഇവിടത്തേക്ക് സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം. 1/1/√3. അപ്പോൾ ഇവിടെ ഡിവിഷൻ മാറ്റിയിട്ട് ഇൻറ്റു ആക്കുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ വരും. അതായത് a/b ഡിവൈഡഡ് ബൈ c/d എന്ന റിസൾട്ട് ആണ് ഇവിടെ എടുക്കുന്നത്. a/b/c/d എന്ന റിസൾട്ട് നമ്മൾ എടുക്കുമ്പോൾ a/b ഇൻറ്റു താഴത്തെ റെസിപ്രോക്കൽ വരും. ഇത് വിശദമായിട്ട് ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ ആണ്, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ cos 30 √3. നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത് കൊസീക്ക് 90യുടെ വാല്യൂ നോക്കാം. കൊസീക്ക് 90, കൊസീക്ക് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആരുടെ റെസിപ്രോക്കൽ ആണ്? സൈൻ. അതെ, സൈന്റെ റെസിപ്രോക്കൽ കൊസീക്ക്, കോസിന്റെ സീക്ക്, ടാനിന്റേത് കോട്ട്. സോ കൊസീക്ക് 90 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/sin 90. sin 90യുടെ വാല്യൂ നമുക്കറിയാം 1. സോ 1/1 എന്താണ്? 1. സോ കൊസീക്ക് 90യുടെ വാല്യൂ എന്ത് തന്നെയാണ്? 1. അപ്പോൾ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് വാല്യൂ കൂടെ ഉണ്ട്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ല, ചില ആംഗിൾസ് കൂടെ ഉണ്ട്. 90ക്ക് ശേഷം വരുന്ന ആംഗിൾസ്, അതായത് അതിന് ശേഷം വരുന്ന ആംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രി, 270 ഡിഗ്രി, then 360 ഡിഗ്രി. 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. ഇതാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. വലിയ പ്രാധാന്യമുള്ളതല്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ നമുക്കൊരു കോഡ് ഉണ്ട് പഠിക്കാൻ. sin 180 0.
അതിപ്പോ തന്നെ പഠിക്കുക. സൈൻ 180 0. അങ്ങനെയാണെങ്കിൽ tan 180 0. എന്താണ് സൈൻ 180 0, tan 180 0. മനസ്സിലായോ? സൈൻ 180 0, tan 180 0. ഈ റിസൾട്ട് വെച്ച് കഴിഞ്ഞാൽ സൈൻ 360 0, tan 360 0. 4 വാല്യൂസ് ഈസി ആയിട്ട് നമ്മൾ പഠിച്ചില്ലേ, 4 സീറോസ് അത്രേ ഉള്ളൂ. tan 360 0. സോ സൈൻ 180 0, tan 180 0. സൈൻ 360 0, tan 360 0. ഈ 4 വാല്യൂസ് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത് സൈൻ 270. ഇതിനിടയ്ക്ക് വരുന്ന ആംഗിൾ സൈൻ 270 -1. ഇതാണ് സൈൻ 270 -1. സൈൻ 270 -1. അടുത്ത് tan 270. tan 270 1/0. അതായത് നോട്ട് ഡിഫൈൻഡ് ഇൻഫിനിറ്റി എന്നോ നിങ്ങളുടെ സൗകര്യാർത്ഥം എഴുതാൻ ഞാൻ എന്തായാലും 1/0 എന്ന് പറയുന്നു. സോ ഒരു 6 വാല്യൂസ് കൂടെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സൈൻ 180 0, tan 180 0. സൈൻ 360 0, tan 360 0. സൈൻ 270 -1, tan 270 1/0. അഥവാ നോട്ട് ഡിഫൈൻഡ് അത് പഠിച്ചിരുന്നാലും മതി. സോ 180 180 സൈൻ്റെ ടാൻ്റെ 180 0 ആണ്. സൈൻ്റെ ടാനിൻ്റെ 360 0 ആണ്. സൈൻ 270 എന്താണ് -1. സൈൻ tan 270 1/0. എന്തായാലും കോസിന് ഈ 3 വാല്യൂസും ഉണ്ട്. സൈനും പറഞ്ഞു ടാനും പറഞ്ഞു. അപ്പോൾ എന്താണ് കോസിനും ഈ 3 വാല്യൂസും എന്തായാലും ഉണ്ട്. സോ കോസിന്റെ ആ 3 വാല്യൂസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കോസിന്റെ ആ 3 വാല്യൂസ് സൈൻ 270 -1. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കോസ് 180, കോസ് 270, കോസ് 360. ഇതൊരു പാറ്റേണിൽ നമുക്ക് പഠിക്കാം. കോസ് 180 -1, കോസ് 270 0, കോസ് 360 1. സിമ്പിൾ അല്ലേ? -1 0 1. ആ ആംഗിള് അതിന്റെ ഒരു അസെൻഡിങ് ഓർഡറിൽ എഴുതുക. 180 270 360. കോസ് 180 -1, കോസ് 270 0, കോസ് 360 1. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെട്ടു. അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ബാക്കി 4 ട്രിഗണോമെട്രിക് റേഷ്യോസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയാണ്? സൈൻ, കോസ്, ടാൻ, കോട്ട്, കൊസീക്ക്, സീക്ക്. നെക്സ്റ്റ് ഡേ വ്യത്യസ്തമായ മറ്റൊരു പോർഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ്.